പോണ്ടേ? എപ്പോഴും എന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും മിസ്സസിന്. ഞാൻ കാരണം കുടുംബകലവും വേണ്ട. എനിക്കും അവൾക്കും സംസാരിക്കാൻ ഒരു വിഷയവുമില്ല. അവൾ അവളുടെ വഴിക്ക് നടക്കട്ടെ. നിൽക്കൂ. ഞാൻ പിന്നെ എന്താ പറയേണ്ടെന്നറിയില്ല. ഇത് സെറ്റിൽ ചെയ്താൽ പിന്നെ ഏയ് ഒന്നുമില്ല, വല്ല ജോലിക്കും പോവാം. നോ പ്രോബ്ലം. യു ആർ യങ്. ഒരു പരീക്ഷണം തെറ്റിപ്പോയെന്ന് വെച്ച് എല്ലാം തകർന്ന് സന്യസിക്കണമെന്നുണ്ടോ? യു ക്യാൻ മാരി. കല്യാണം കഴിച്ച് വീണ്ടും സെറ്റിൽ ചെയ്യാം. ഒന്ന് ചോദിക്കാൻ മടിച്ചു വെച്ചതാണ്. എന്നെപ്പറ്റി ശരിക്കറിയുമോ? യു ആർ നൈസ്. എന്നോട് ദയയോ സഹതാപമോ ഒക്കെ ഉണ്ട്. താങ്ക് യു. അതല്ലോ ചോദിച്ചത്. ഞാൻ ഒന്നുമല്ല, ഒന്നും ആയില്ല. ഒരു കൊള്ളരുതാത്തവൻ. ജീവിതത്തെപ്പറ്റി ഗൗരവമായി ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ വഴിതെറ്റി നടന്നു. ഓ, അതൊക്കെ ഉണ്ടാവും. രക്ഷിതാവ് സർക്കാർ മാത്രമായിരുന്നല്ലോ. മുതിർന്നപ്പോ ഞാനൊരു കാര്യം പറഞ്ഞാൽ നടുങ്ങരുത്. എന്നാൽ അതൊന്ന് കേൾക്കണം. നടുങ്ങുന്നതും ഒരു അനുഭവമാണല്ലോ. എനിക്ക് ശ്രീദേവി ഇഷ്ടായി. ആ പഴയ ചിങ്കന്റെ ഓർമ്മ എനിക്കും ഇഷ്ടായി. ഇപ്പോഴത്തെ ഞാൻ ശല്യമായിട്ടുണ്ടാവും. നോ, യു ആർ മോർ നൈസ് ടു മീ. I like you. I know. I love you. I want you. നോക്കൂ, നമ്മൾ അതിർത്തി കടക്കരുത്. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. എനിക്കില്ലാത്തത് അതാണ്, നല്ല ഫ്രണ്ട്സ്. എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. അതിലൊതുക്കി എന്നെ മാറ്റി നിർത്തല്ലേ. ഐ വാണ്ട് യു. വീണ്ടും കണ്ടുമുട്ടാൻ അല്പം വൈകിപ്പോയിന്ന് വിചാരിക്കാം. രണ്ടാൾക്കും നടക്കും. മിസ്സസിനെ ഇങ്ങനെ തനിച്ചു വിട്ട് വിഷമിപ്പിക്കരുത്. വരൂ. മിസ്സസ്, സത്യം കേട്ടാൽ എന്നെപ്പറ്റി കൂടുതൽ അറപ്പ് തോന്നും. എന്നാണെങ്കിലും ഇതറിയും. അതുകൊണ്ട് പറയാം, ഇപ്പോ അവളെന്റെ ആരുമല്ല. ജയശ്രീ ആരുമല്ല. വാടകയ്ക്കെടുത്തൊരു പെണ്ണ്. ആര് വിളിച്ചാലും കൂടെ പോകുന്നൊരു കോൾ ഗേൾ. ഇറ്റ്സ് ഓൾ എ മിസ്റ്റേക്ക്. ഗർഭിണിയല്ലേ അവൾ? ഗർഭിണിയല്ലേ? കളവ് ഒരു കഥയായി. ഒരു കളവ് മറയ്ക്കാൻ 100 കളവ്. ഒരു സ്ത്രീയെ കാണാൻ കാത്തിരിക്കുക, ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുക, ഒറ്റയ്ക്കാവുമ്പോ സങ്കല്പിക്കുക. എനിക്ക് അതൊരു പുതിയ അനുഭവമാണ്. ഒരു ഉപകരണം പോലെ സ്ത്രീകളെ വിലയ്ക്ക് വാങ്ങി. ഒരു വിനോദം. പിന്നെ അത് ജീവിതത്തിൽ റൊട്ടീനായി മാറി. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നി തുടങ്ങിയത് ശ്രീദേവിയെ കണ്ടുമുട്ടിയപ്പോഴാണ്. മാംസത്തിന് വേണ്ടി അല്ലാത്തൊരു മോഹം. എന്നെ അത്രയ്ക്ക് അടുത്തറിയില്ലല്ലോ. ഒരു ഫാൻസി, അത് മറന്നേക്കോ? നോ, അറിയാൻ ചിലപ്പോ ഒരു സെക്കൻഡ് മതി. മൂത്താശാരിയുടെ മന്ത്രത്തെ പറ്റി പറഞ്ഞില്ലേ? ആ മൂത്താശാരി പാറക്കെട്ടിൽ വടികുത്തി വെച്ച് ഇവിടെ കുഴിച്ചോളൂ, വെള്ളം കാണും എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. തോന്നൽ, പ്രേരണ, ഇൻറ്റ്യൂഷൻ. സോറി, എനിക്കത് പറഞ്ഞിപ്പിക്കാൻ വയ്യ. അറിയാൻ ഇതെന്തൊക്കെയുള്ള ഒറ്റ നിമിഷം മതി. ഒരു സെക്കൻഡ്. ഞാൻ കൂടെ ഉണ്ടാവാം.
എനിക്ക് സഹതാപം വേണ്ട. അറിയാം, എനിക്കാണ് ആവശ്യം. ആലോചിക്കാൻ ഇത് മനസ്സിൽ വെക്കാമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ എന്നെ ഒന്ന് തനിച്ചു വിടൂ പ്ലീസ്. വേണ്ട വേണ്ട. എന്താ ആലോചന? ഞാൻ പോകാം. സാറിന് വലിയ കമ്പനിയൊക്കെ ഇല്ലേ? അവിടെ ഒരു പണിയുണ്ടാക്കി തരാൻ പറ്റൂ? ആർക്ക്? എനിക്ക്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എന്നും തോന്നിയിരുന്നു, കിട്ടണ്ടേ. എന്നിട്ട് നിന്റെ ലിസ്റ്റിൽപ്പെട്ട എന്റെ ഫ്രണ്ട്സ് വരുമ്പോ കാണണം. വൈകുന്നേരം കമ്പനി പഠിക്കൽ നിന്റെ കുറ്റിക്കാരുടെ സത്യാഗ്രഹം അല്ലേ? തരില്ല, ആരും തരില്ല. എന്നാലും ചോദിച്ചു നോക്കിയതാണ്. ആണായി പിറന്ന ഒരു റാസ്കലും എന്നോട് ദയ കാട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയായിപ്പോയി. ശ്രീദേവി, എനിക്ക് അല്പ സ്വൈരം തരൂ. ആലോചിക്കാനുള്ള ബുദ്ധി കൂടി നഷ്ടപ്പെട്ടു. എനിക്ക് വയ്യ, പ്ലീസ്. ഞാനിന്ന് പോകും. അമ്മയോട് പറയാൻ വേണ്ട. എന്തോ പെട്ടെന്ന് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയാം. ഇനിയും കാണാം എന്നൊരു ആചാരവാക്ക് പറയാൻ വയ്യ. ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ച പോലെ അങ്ങനെ ആരുമല്ല. വേണ്ട, പറയണ്ട. എനിക്കറിയാം ജയശ്രീ. നടക്കട്ടെ, ഒക്കെ നന്നായി വരും. എന്നെ പോലത്തെ ആളുകളുടെ പ്രാർത്ഥന ദൈവങ്ങൾ എടുക്കുമെന്നറിയില്ല. എന്നാലും നിങ്ങളൊക്കെ ഉണ്ടാവും തൊഴാൻ കണ്ണടയ്ക്കുമ്പോൾ. ഞാൻ വരട്ടെ. ശല്യപ്പെടുന്നതിൽ ക്ഷമിക്കണം. എന്തെങ്കിലും പറയൂ. ശാപമായാലും വേണ്ടില്ല, എന്തെങ്കിലും പറയൂ.
എല്ലാ ശാപങ്ങളും എന്റെ തലയിൽ വീഴട്ടെ എന്നാണ് പ്രാർത്ഥന. എന്റെ തെറ്റ്, എല്ലാം എന്റെ തെറ്റ്. ഞാൻ തന്നെ ഈ ഭൂമുഖത്ത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ശ്രീദേവി, പറയുന്നവർക്ക് എളുപ്പം, ഞാൻ ഓടണം. വീട്ടിൽ നിന്ന് ഇവിടം വരെ ഓടി. അച്ഛൻ പറഞ്ഞ പോലെ കാൽനടയാണല്ലോ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. എന്താ? വിജയം വന്നിട്ടുണ്ട്, വീട്ടിലുണ്ട്. എനിക്ക് കാണണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. അവിടെ കാത്തിരിക്കുന്നു. ഞാൻ വരുന്നില്ല. 1 മണിക്കൂർ വീട്ടിൽ കാത്തിരിക്കും. ഇംഗ്ലണ്ടിൽ പഠിച്ചവരൊക്കെ സമയം കൃത്യമായി പറയും. 1 മണിക്കൂർ. പിന്നെ ടൂറിസ്റ്റ് ഹോമിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ലാഫിംഗ് വാട്ടേഴ്സ് only for VIPs. വരും, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. ഞാനിവിടെ നിന്നോളാം. എല്ലാരും പോയിക്കോളൂ. വരൂ, ഭയപ്പെടാൻ എന്താ? പ്രൊസീജിയറൊക്കെ എനിക്കറിയാം. അയാൾ ടഫായാൽ അതിലേറെ ടഫായാൽ എനിക്കറിയാം. ഡോണ്ട് വറി, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. വരൂ.